Good morning to all. Good morning, Miss. Good morning, ma'am. Good morning, miss. How are you? Ma'am. Good morning, ma'am. Morning. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? സുഖം. സുഖമായിട്ടൊക്കെ പോകുന്നു അല്ലേ? നല്ല ഹ്യൂമിഡിറ്റി ആണ്. നല്ലതാണ്, അതാ സുഖം. ഓക്കെ, അപ്പൊ വീക്കെൻഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീക്കെൻഡ് ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി. കല്യാണങ്ങളായിരുന്നു. അടിച്ചു പൊളിക്കായിരുന്നു. പോയില്ലേ? പോയി വന്നു. ഇപ്പൊ നാട്ടിലാണോ? നാട്ടിലുണ്ട്. റിട്ടേൺ പോണില്ല? പോകുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അടുത്ത മാസം പോകും. വെക്കേഷൻ കഴിഞ്ഞിട്ടാണോ പോണേ? കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഓക്കെ. പക്ഷെ കോൺവെക്കേഷൻ ഉണ്ടാവില്ല. ആരുണ്ടാവില്ല? ഞാൻ നാട്ടില് വരുന്നുണ്ട്, കോൺവെക്കേഷൻ ഉണ്ടാവില്ല. അതിനു മുമ്പ് തിരികെ പോരും. അത് കൊള്ളാം, നല്ല പരിപാടി. അതല്ല, എനിക്ക് 7th ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആണോ? കോൺവെക്കേഷൻ എന്തായിരിക്കും അപ്പോ? അറിയില്ലല്ലോ. ശരിയാ, ഈ മന്ത് കോൺവെക്കേഷൻ ഇല്ല. 16 ബാച്ചിന് കഴിഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു. ഇനിയുള്ളത് 24 എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ മന്ത് ഉണ്ടാവില്ല. ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഈ മന്ത് ഉണ്ടാവില്ല. അടുത്ത മാസാന്ന് പറഞ്ഞു. 10th തീയതി. ഒരു കാര്യം ചെയ്യൂ, PGക്ക് വരൂ. PG കോൺവെക്കേഷൻ വരും. ഇൻഷാ അല്ലാ. എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ. ഓക്കെ, അപ്പൊ അടിപൊളി ഔട്ടിങ് ആയിട്ട് കുറച്ചാലൊക്കെ ഔട്ടിങ് ആയിരുന്നു. എനിക്ക് മടിയായിരുന്നു കേട്ടോ. എനിക്ക് മൺഡേ ശരിക്കും ഈ ക്ലാസ്സിൽ വെക്കരുതായിരുന്നു. ടൈം വന്ന് മാറ്റണം. അങ്ങനെ മടിയായി എനിക്ക് മൺഡേ. എനിക്കൊന്ന് നല്ല മടിയാ, നല്ല ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അതെ, എനിക്ക് നല്ല ലേറ്റ് ആയി കിടന്നു. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? സുഖാണ്. എല്ലാരും ഉണ്ടല്ലോ ക്ലാസ്സിൽ. എല്ലാവരും ഉണ്ട്. ആരും ലൈലൊന്നുമില്ല അല്ലെ? ഷാനിയെ കാണുന്നില്ല. ഷാനി ഇല്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. തുടങ്ങിയാലോ? എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ബാക്കി പിന്നെ സംസാരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? സോ ഇന്ന് ഓർഗനൈസിങ് എടുക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? കിട്ടിയായിരുന്നോ? അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. This includes organizing ആണേ. This includes the identification and the classification of the record activities. The activities are then grouped together and each group activities is assigned to a manager through the process of delegation, both horizontally among the different managers on the same level and vertically from the superiors to subordinates. This part of management involves establishing an international role for the people, organizing the form of every human association for the attainment of common purpose and the process of relating specific duties or functions in a form. ജെഡിമോളുടെ kind of കോഴ്സ് ആണ് കേട്ടോ. എന്താണ് ഓർഗനൈസിങ്? എന്താ പോർഷൻ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നിൽക്കട്ടെ. എന്താണ് ഓർഗനൈസിങ്? അതെ, പ്ലാൻ ചെയ്യുക. നമ്മളൊരു മാനേജ്മെന്റ് പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. പ്ലാൻ മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം ഓരോ ഡ്യൂട്ടീസും ആരൊക്കെ ഹാൻഡിൽ ചെയ്യണം, അതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം അല്ലെ? ഇപ്പൊ ഓർഗനൈസിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ് ആഫ്റ്റർ പ്ലാനിങ്. ശരിയല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് വന്ന് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് അല്ലെ, അത് എങ്ങനെയാണ് എടുക്കേണ്ടത്. സോ അതൊക്കെ ഓർഗനൈസിങ് കൂടെ ചെയ്യേണ്ടതാണ്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്.
ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലെവൽസ് ഉണ്ട്. അവിടെ മാനേജേഴ്സ് ഉണ്ടാവും, സ്റ്റാഫ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, കോ വർക്കേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ടാവും, സീനിയർ ജൂനിയേഴ്സ് എല്ലാവരും ഉണ്ടാവും. സോ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഒരുപാട് ഡ്യൂട്ടീസ് അത് ഹാൻഡ് ഓവർ ചെയ്യും. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് അല്ലെ, ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതായിട്ടുണ്ടാകും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. സോ ഇതെല്ലാം നമ്മൾ ഓരോരുത്തർക്കും ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, എന്താണ് അതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പേര് കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു 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 എന്താണ് സ്പെസിഫിക് ഗോൾ അല്ലെങ്കിൽ സ്പെസിഫിക് എന്താണ് ഒരു കൈൻഡ് ഓഫ് ഗോൾ ഫുൾഫിൽ ചെയ്യാൻ എന്ന് പറയാം. ഗോൾ ഫുൾഫിൽ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി, കോമൺ പർപ്പസിന് വേണ്ടി അത് അച്ചീവ് ചെയ്യാൻ, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഗ്രൂപ്പായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് ആവട്ടെ, ഇനി അതർ ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യുന്നത് എന്തിനാണ്? ഗോൾ ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഞങ്ങൾ സ്മാർട്ട് സിറ്റി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ ഡ്യൂട്ടീസ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. ഓരോ ഡ്യൂട്ടീസ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതിപ്പോ ഹോസ്പിറ്റൽസിലാണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഓരോ ഡ്യൂട്ടീസ് എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെ. അവർക്ക് അവരുടേതായ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും അവര് ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഫോം നൽകിയിട്ട് മുന്നോട്ട് പോകാനും അല്ലെ, ഒരൊറ്റ ഗോളിന് വേണ്ടിയിട്ടുമാണ് എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുന്നത്. ഇതിനെയാണ് ഇത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ദാറ്റ്സ് ഓൾ. പാരഗ്രാഫ് ഒക്കെ ഉള്ളിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നേരിടാവുള്ളൂ. എക്സാം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാലോ, ഞാൻ അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എക്സാം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ ടെക്സ്റ്റിലെ കണ്ടന്റ് എപ്പോഴും മനസ്സിലാക്കി പഠിച്ചാൽ മതി. എക്സാമിന് വേണ്ടി ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈസിയാണ് അല്ലെ. ഓരോ സെന്റൻസും നിങ്ങൾ വായിച്ചത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എക്സാം ഏകദേശം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. കേട്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യം, പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കാം. എക്സാം അല്ല, അത് ഈസിയാണ്, നിങ്ങൾക്ക് അതെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, then next one is the principles of organizing. എന്തൊക്കെയാണ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത്? The first one is hierarchy. The hierarchy is a system of organizing people into different ranks or levels of importance. ആ ഒരു ഇമ്പോർട്ടൻസ് ബേസ് ചെയ്ത് ഒരു റാങ്ക് ഉണ്ട് അല്ലെ. പറയാം ഒരു ഫോമുല അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന സിഇഒ അല്ലെങ്കിൽ പറയും മാനേജർ ഉണ്ടാവും, സീനിയർ മാനേജർ ഉണ്ടാവും, അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും. സോ ഒരുപാട് റാങ്ക്സ് ഉണ്ട് അല്ലെ. എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, അല്ലാതെ താഴെയുള്ള സ്റ്റാഫ്സ് ഉണ്ടാവും. സോ ഒരുപാട് റാങ്ക്സ് അല്ലെങ്കിൽ ലെവൽസ് ഉണ്ടാവും. ഓക്കെ, അതെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് റാങ്ക്സ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നത്. സോ അതിനെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ. It's also known as span of management, span of supervision, span of responsibility, or span of authority. Span of control ഇത്രയും പേരുകൾ അറിയപ്പെടാനാണ് പക്ഷെ പേര് പറയാവുന്നത്. ഇതൊക്കെയാണ് span of management, span of supervision, span of responsibility, or span of authority. Important ആണെന്ന് അറിയാലോ അല്ലെ. ഇത്രയും ബോൾഡാക്കിയൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴേക്കോ ഞാനത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. The span of control is the number of subordinates who reports directly to a manager or leader. The more employees assigned to a manager, the wider their span of control. ഒരു മാനേജറിന് കുറച്ച് എംപ്ലോയീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് ഇത്രയും എംപ്ലോയീസ് ഒരു മാനേജറിന് പോയിട്ട് എന്താണ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുക, അതിനാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മാനേജറിന് കുറച്ച് മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സ് ഉണ്ടാവും. ആ സ്റ്റാഫ്സ് എല്ലാവരും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ആരോടായിരിക്കും? അവരുടെ മാനേജറിനോടായിരിക്കും. അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ മാനേജറിന്റെ കീഴിലെ സ്റ്റാഫ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ സ്പാൻ ഓഫ് കൺട്രോൾ കുറച്ചുകൂടെ വൈഡ് ആകും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഒരു മാനേജർ കുറച്ച് സ്റ്റാഫ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ മാനേജറിന്റെ കീഴിൽ എത്രത്തോളം സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നു അത്രയും സ്റ്റാഫ്സിനെ ആ മാനേജർ കൺട്രോൾ ചെയ്യേണ്ടതാണ്. സോ അപ്പോ കുറച്ചുകൂടെ വൈഡ് ആകുന്നു മാത്രം. ഓക്കെ,
ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു ഐ തിങ്ക് ഒരു 20 above സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ MT പോവാണെങ്കിൽ എനിക്ക് നിങ്ങളെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. 20 സ്റ്റുഡൻസിനെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. ഇപ്പൊ MT മോണ്ടിസോറിലൊക്കെ പോവാണെങ്കിൽ അവിടെ എങ്ങനെ വന്നാലും 90 above സ്റ്റുഡൻസ് ഉണ്ടാവും. ഞാൻ കുറച്ചൊരു 90 above സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഒരാളാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ അവർ എന്നോട് ആലോചിക്കുക. അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ MT ക്ലാസ് എടുക്കുന്നത്. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് മനസ്സിലായോ? നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ചുമ്മാ അതിനും എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ചില പിള്ളേരനുസരിച്ച് ഇരിക്കും കേട്ടോ, അതിന്റെ കാര്യമില്ല. നിങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ അറിയാം. അവര് പിന്നെ പുതിയ ബാച്ച് പോകാട്ടോ. ഒരു എങ്ങനെ വന്നൊരു 100 above സ്റ്റുഡൻസ് അതിലുണ്ടാവും. എല്ലാവരും വന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ അത്രയും സ്റ്റുഡൻസ് നമുക്ക് സ്ട്രെങ്ത് കാണണം. അത്രയും സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലെന്ന് ഓർക്കുമ്പോ ആ ഒരു നമുക്കറിയാം അല്ല, എനിക്ക് ചെറിയൊരു ടെൻഷൻ വരും. പിന്നെ അത് മാറിക്കോളും, സ്വാഭാവികം മാത്രം. ഇത്രയും സ്റ്റുഡൻസ് നമ്മൾ അത്രയും സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ കുറച്ച് റെസ്പോൺസിബിൾ ആണ് അല്ലെ? അത്രയും സ്റ്റുഡൻസ് നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ക്ലാസ് എടുക്കേണ്ടതാണ്. ഓരോ വാക്കുകൾ പറയുന്നത് ഞാൻ സൂക്ഷിക്കേണ്ടതാണ് അല്ലെ? അപ്പൊ അത്രയും എനിക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കുറവാണ്. കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. സോ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ പുതിയ ബാച്ചിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടില്ല. അപ്പൊ സ്പാൻ ഓഫ് കൺട്രോൾ ക്ലിയർ ആയോ? അത്രയും എനിക്ക് പറയാനുള്ളത്. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ബാക്കി എല്ലാവരെയൊക്കെ ഇനി ആരെയും കാണുന്നില്ലോ, അനക്കൊന്നുമില്ലല്ലോ. എല്ലാവരും ഉണ്ടോ? ഉണ്ട്. നന്ദിനി ഒന്നും മിണ്ടുന്നില്ലല്ലോ. നന്ദിക്ക് വയ്യായികയാന്ന് പറഞ്ഞു. നീ ഒന്ന് പറഞ്ഞാണല്ലോ. ഓക്കെ ആയോ ഇപ്പോ? എന്തോ ഓക്കെ ആയി. ഫ്രണ്ട്സിന് ഉണ്ടല്ലോ ക്ലാസ്സിൽ. ആരൊന്നും മിണ്ടുന്നില്ല. ഫ്രണ്ട്സോടെ മിണ്ടാൻ പറയില്ല, നീ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ പ്രിൻസ് ഡ്യൂട്ടിയില. സൗദിയ മാഡം? സൗദി ഉണ്ട്. ഞാൻ സൗദി ദിവസം വിളിച്ചായിരുന്നു, പക്ഷെ സൗദിയിലൊന്നും വേണ്ടിയില്ല. അല്ല മാഡം, ഞാൻ പ്രിൻസിന്റെ വാട്സപ്പിൽ നിന്ന് ലിങ്ക് ഇട്ടിട്ട് കാണുക ക്ലാസ്. ഓ എന്റെ വാട്സപ്പ് പോയി. ആണോ? ആഡ് ചെയ്യാൻ പറഞ്ഞേക്ക് മാഡത്തിനോട്. 5 മാഡത്തിനോട് വിളിച്ച് പറഞ്ഞേക്ക്. ഏത് മാഡം? 5 മാഡം. ഓക്കെ. 5 മാഡത്തിനെ ഞാൻ വിളിക്കല്. ആണോ? ഓക്കെ, വിളിച്ചോളൂ. ഓക്കെ സൗദ. 5 മാഡം ഞങ്ങളുടെ ഇവിടെ ഓഫീസിലില്ല കേട്ടോ, അവര് വേറെ ഓഫീസിലാണ്. ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാട്ടോ. ഓക്കെ സൗദ. അപ്പോ ഹൈറാർക്കി ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഇത് രണ്ട് ക്ലിയർ അല്ലേ? Then integration versus disintegration. Integration എന്താണ്? Integration brings things or people together. You won't be surprised that disintegration means things are coming apart. Disintegration is when one thing splits into parts or just ceases to exist. When something is destroyed, broken up to pieces, or falls apart on its own, that's disintegration. Integration എന്ന് പറയുന്നത് എന്താ? മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ in management integration is എന്താണ്? ടാസ്ക്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. ഫങ്ഷണൽ ടാസ്ക്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കുക. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കുക. എല്ലാ ടാസ്കും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, integration brings things or people together. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ ടാസ്കുകളും ആ രീതിയിൽ എന്താണ് ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതാണ് എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡിസിന്റഗ്രേഷൻ എന്താണ്? Disintegration represents the breaking down of centralized systems into autonomous or outsourced units. നമുക്കറിയാം ചിലത് ഇപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ, എന്റെ എക്സാമ്പിള് വിരുദ്ധമായിരിക്കോട്ടോ, എന്നാലും മനസ്സിലായാൽ മതിയാണോ? നമുക്കറിയാം കുടുംബമാണ്, കുടുംബമാണ് അല്ലേ?
ശരിയല്ലേ? കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി വീട്ടിൽ താമസിക്കുന്ന കൂട്ടുകുടുംബമാണ്. അണുകുടുംബം എന്താണ്? നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു. ശരിയല്ലേ? അല്ല, ഇതിൽ ഏതാണ് കൂടുതലും റെസ്പോൺസിബിലിറ്റീസ് എവിടെ കൂടുതൽ വരാറ്? അണുകുടുംബത്തില്. അതെന്താ അണുകുടുംബത്തിലോ? ഫുൾ റെസ്പോൺസിബിലിറ്റി അല്ലേ, മറ്റോടത്ത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആളുണ്ട്. എന്നാലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നോക്കി നമുക്ക് അടങ്ങി നിൽക്കാം. നമ്മൾ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. ഓക്കെ. അച്ഛനാവുമ്പോ ഒഴിവോ അത് ചെയ്തില്ലെങ്കിൽ ഇവര് അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ലേ? നമ്മള് മറ്റുള്ളവരെ നോക്കി നമ്മൾ അവിടെ ജീവിക്കും. അതാണ് കൂട്ടുകുടുംബത്തിൽ. അത് ഇന്നത്തെ കാലത്ത് ഒട്ടും പോസിബിൾ ആണെന്ന് വെച്ചാണോ? അല്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അതുപോലെ അനുസരിച്ച് ജീവിക്കും തോന്നുന്നുണ്ടോ? ചിലപ്പോ ഒന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കും. അപ്പോ വീട്ടില് എല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടിടുകയായിരിക്കും. പിന്നെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പൈസ കൊടുക്കും. ഇത് എന്റെ കുടുംബം ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയുന്നതാണ്. ഇതായിട്ട് ലൈഫ് അവിടെ കമ്പയർ ചെയ്യരുതേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക? അല്ലെ, കുറച്ചും കൂടെ അവിടെ കുറച്ചൊക്കെ കാര്യങ്ങളെല്ലാം ഒരേപോലെ ഒരേ മനസ്സോട് ചിന്തിക്കാം. അല്ലെ, അത് ഇന്നത്തെ കാലത്ത് ഒട്ടും പോസിബിൾ അല്ല. അതുകൊണ്ട് മിക്കവരും ഇന്ന് കൂട്ടുകുടുംബം ഉണ്ടോ? ഇല്ല. അല്ലെ, ഒരുമിച്ചല്ല, എല്ലാവരും സെപ്പറേറ്റഡ് ആണ്. സോ എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഫുഡ് വീട്ടിൽ വെച്ചില്ലെങ്കിൽ വെച്ചില്ല, ഇന്ന് പുറത്തു പോവാം. ഇന്ന് ലേറ്റ് ആയിട്ട് എണ്ണിക്കണോ? ലേറ്റ് ആയിട്ട് എണ്ണിക്കാം. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ. അല്ലെ, എല്ലാം ഡിപ്പെൻഡബിൾ ആണ്. സോ എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യണം. ഓരോ ടാസ്കും ഒരുമിച്ച് ചെയ്യണം. അതാണ് ഇന്റഗ്രേഷൻ. ഡിസിന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അത്രയൊന്നുമില്ല, സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അല്ലെ, എല്ലാ കാര്യവും നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓട്ടോണമസ് അല്ലെ, ഔട്ട്സോഴ്സ് യൂണിറ്റ് ആണെന്ന് പറയും. സോ ഇത് കുടുംബത്തെ അല്ലട്ട, ആ ഒരു മാനേജ്മെന്റ് പറയുന്നതാണ്. ഓക്കെ, അതാണ് ഇന്റഗ്രേഷനും ഡിസിന്റഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, when something is destroyed, broken up to piece or falls apart on its own. മനസ്സിലായോ? നമ്മൾ സ്വന്തമായിട്ട് മാറാം, ഒരു പീസ് ആയിട്ടല്ലേ ബ്രോക്കൺ ചെയ്യാം. അപ്പൊ ചില ഓർഗനൈസേഷനുകൾ നമ്മൾ പാർട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരെ ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോട് കൂടി ചിന്തിക്കണം. അല്ലെ, എന്നാലേ ആ ഒരു ഫോം നൽകിയിട്ട് പോകുള്ളൂ. അവിടെ എന്തെങ്കിലും ഒരു അറിയാലോ, എന്തെങ്കിലും ബിഹേവിയർ, എന്തെങ്കിലും മിസ്റ്റേക്ക് അവിടെ വരാണെങ്കിൽ ഇവർ രണ്ടുപേരും പിരിയാണ്, രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. സോ അവിടെ അതുപോലെ തന്നെ ഒരു ഫോം ഉണ്ടാകുന്നു. രണ്ടുപേരും ഒരു ഫോം പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം. അല്ലെ, സോ അതിനെയാണ് ഡിസിന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സ്വന്തം കാര്യം നോക്കി പോകുന്നത് ആ രീതിയിൽ. സംഭവം മനസ്സിലായല്ലോ? ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസിന്റഗ്രേഷൻ എന്താന്ന് ക്ലിയർ ആയത്? ടെക്സ്റ്റ് ഒക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ സത്യം. ഇനി സെൻട്രലൈസേഷൻ വേഴ്സസ് ഡിസെൻട്രലൈസേഷൻ. Centralization is a form of organizational structure where the decision-making capability rests with the top management. A couple of handpicked members are entitled to create a strategy, determine the goals and objectives based on which an organization will function. Then decentralization is another form of organizational structure that functions by delegating decision-making capabilities to multiple teams across geographies. ഈ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മള് മാനേജ്മെന്റ് അല്ലെ, ടോപ്പ് ടയർ മാനേജ്മെന്റ് തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്ത് ചെയ്യുന്നു? ഒറ്റ തീരുമാനമായിരിക്കും. അത് എല്ലാവരും ഒരേപോലെ നമ്മൾ അത് ഒബേ ചെയ്യും. അല്ലെ, ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് യൂണിഫോം പോളിസി. അതായത് ഒരേപോലെ ഇപ്പൊ നമ്മൾ സ്മാർട്ട് സിറ്റിയില് ഞാൻ ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ, ആരും മനസ്സിലാക്കണേ. ഒരു ഓർഗനൈസേഷൻ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. സോ ആ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ അനുസരിക്കണം. അല്ലെ, സോ അവരുടെ തീരുമാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സ്ട്രിക്റ്റ് കൺട്രോൾസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ആ രീതിയിലേക്ക് ഫോളോ ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആ സെന്ററിനെ ആയിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Centralization is a form of organizational structure where the decision-making capability rests at the top of management. Top management ആയിരിക്കും സെന്റർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ സെന്റർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. ആ മാനേജ്മെന്റ് ഒരുപാട് മെമ്പേഴ്സും കാര്യങ്ങളും കീഴിൽ വർക്ക് ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനമായിരിക്കും ഈ പറയുന്ന സ്റ്റാഫ്സ് എല്ലാവരും ഒബേ ചെയ്യുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകും.
A couple of handbook members are entitled to create a strategy, determine the goals and objectives based on which an organization will function. ആ ഓർഗനൈസേഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്ന് ആ മാനേജ്മെന്റ് കപ്പിൾ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്, ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഈ പറയുന്ന അതായത് ഓരോ ഈ എന്താണ് ഈ സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കൈൻഡ് ഓഫ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അതും ഈ ഒരു കൈൻഡ് ഓഫ് ഒരു പർട്ടിക്കുലർ മാനേജ്മെന്റ് ബേസ്ഡ് ആയിരിക്കും എന്നൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ടീംസ് ഉണ്ടാക്കും. ആ ടീംസ് ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് അവിടെ ഒറ്റ തീരുമാനമൊന്നുമില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഓരോ ടീംസ് ആയിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യുക, ആ രീതിയിലായിരിക്കും ഫോളോ ചെയ്യും. അങ്ങനെയായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നമ്മ പോരല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞോട്ടോ. ക്ലിയർ ആണ്. Then unity of command. പറഞ്ഞിട്ടുണ്ട് അല്ലെ? It's a classical principle of management theory is in which each employee only responds to one supervisor. അതായത് ഒരാളായിരിക്കും, അതായത് ഇത് തന്നെ ഓർഗനൈസേഷനില് ഒറ്റ തീരുമാനമായിരിക്കും, ഒരൊറ്റ കമാൻഡ് ആയിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെയിൻ പ്രിൻസിപ്പൽ തിയറി ഓഫ് മാനേജ്മെന്റ് അല്ലെ? ഒരു മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറി പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷൻ അതിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഒറ്റ തീരുമാനമായിരിക്കും യൂണിറ്റ് കമാൻഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഞങ്ങളുടെ മാനേജ്മെന്റ് പറയുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. രണ്ട് വർത്താനം പറഞ്ഞ കാര്യമില്ല. നമുക്ക് രണ്ട് ഫൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് ഫൗണ്ടേഴ്സും രണ്ട് രീതിയിൽ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ഫോളോ ചെയ്യും അറിയില്ല. സോ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയും. ആ ഒരാളെ ആയിരിക്കണം നമ്മൾ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ ഒബേ ചെയ്യുന്നത്. റെസ്പോൺസ് ടു വൺ സൂപ്പർവൈസർ. നമ്മൾ ഒരാളോട് മാത്രമായിരിക്കണം നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളവിടെ. ഓക്കെ, ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. Yes, clear. അപ്പൊ ഇത്രയും കാലത്ത് ഒന്ന് വായിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാണ്. വായിച്ചു നോക്കൂ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാലോ? വായിച്ചോളൂ കേട്ടോ. ഇത് വായിച്ചു കഴിയുമ്പോൾ അടുത്ത പേജ് ഞാൻ വെച്ചുതരാം. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ JD മൂണിയുടെ ഒരു ഡെഫിനിഷൻ ആണോ ഓർഗനൈസേഷനെ കുറിച്ചത്? താങ്ക്സ്.
കംപ്ലീറ്റ് ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു കേട്ടോ. സ്പാൻ ഓഫ് കൺട്രോൾ വായിച്ചോ? ഇന്റഗ്രേഷൻ മുതൽ മതിയില്ലേ? ഫുള്ള് കിട്ടില്ല, വായിച്ചോളൂ. ഓക്കെ, ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ, അപ്പൊ എല്ലാരും വായിച്ചു കഴിഞ്ഞല്ലോ. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ടെക്സ്റ്റിലെ സെന്റൻസ് ഞാൻ പറഞ്ഞത് തമ്മിൽ ബന്ധമുണ്ടോ? ടെക്സ്റ്റിലെ സെന്റൻസ് അങ്ങനെ തന്നെ ഒക്കെ മലയാളം പഠിക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന കാര്യമാണ്, മനസ്സിലാക്കി പഠിക്കാൻ. ഓക്കെ, then next one is delegation. Delegation is an assignment of authority to another person to carry out specific activities. It's a process of distributing and entrusting work to another person, and therefore one of the core concepts of management leadership. എന്താണ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റാഫ്സ് നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഫീൽഡ് ആണെങ്കിലും പഠിക്കുമ്പോൾ ഒരുപാട് സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓരോ സ്റ്റാഫ്സിനും അവർക്ക് അവരുടേതായ ഡ്യൂട്ടീസ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ it's a process of distributing and entrusting work to another person. Okay, ഓരോ സ്റ്റാഫ്സിന് അവരുടേതായ അവരുടെ ആ ഒരു എബിലിറ്റിനെ മെയിൻ ചെയ്ത് അവർക്ക് അവരുടേതായ ഒരുപാട് ഡ്യൂട്ടീസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അല്ലെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഒരു ഫോമിൽ വർക്ക് ചെയ്യേണ്ടത്. സോ എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാഫിംഗ്. അക്കോർഡിംഗ് ടു കൂൺസ്, എന്താണ് കൂൺസ് ആണ്? ഹെറോൾഡ് കൂൺസ് എന്നാണ് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആൻഡ് ഓഫ് ഡോളർ എന്താണ് ഫുൾ ഫോം അല്ലെ ഫുൾ നെയിം എന്ന് പറഞ്ഞ സിറിൽ ആണ് കേട്ടോ. സിറിൽ ഓർ ഡോളർ. സിറിൽ
എന്താണ് ഫുൾ നെയിം? ഓക്കെ, അവരുടെ ഡെഫിനിഷൻ ആണ്. Managerial function of staffing involves managing the organization structure through proper and effective selection, appraisal, and the development of personnel to fill the roles designed and structure staffing. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ആപ്റ്റ് ആയ എംപ്ലോയീസിനല്ലേ നിങ്ങൾ ഹയർ ചെയ്യാം, അല്ലെ? അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഏതൊരു ഫീൽഡ് ആണെങ്കിലും അതിന് ആപ്റ്റ് ആയ ക്വാളിഫിക്കേഷൻ, ആ ഒരു ജോലി അല്ലെ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ക്വാളിഫൈഡ് ആയവർ, സ്കിൽഡ് ആയവരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യൂ. അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാഫിംഗ് അല്ലെ ആ ഒരു എഫക്റ്റീവ് സെലക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്? നമ്മുടെ ഗോൾസ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റണം. അതിന് ബേസ് ചെയ്തിട്ടാണ്, അതിന് നമ്മൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സ്റ്റാഫ്സിനെ നമ്മൾ ഹയർ ചെയ്യുന്നത്. സോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? The proper and effective selection, okay, and appraisal development of personnel to fill the roles designed and the structures. ആ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. സോ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രയും ക്വാളിഫൈഡ് ആയ, അത്രയും സ്കിൽഡ് ആയ, ആ ഒരു പൊസിഷനെ ബേസ് ചെയ്ത് അത്രയും സ്കിൽഡ് ആയ, ക്വാളിഫൈഡ് ആയ ഓരോ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഓരോ സ്റ്റാഫ്സിനെയാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ അതിനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. Okay, then the manpower planning. Manpower planning is also known as a human resource planning. It involves putting the right number of people at right place at right time, doing the right things for which they are studied for the attachment of goals of the organization. Manpower planning. നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിനാണ് ഞാൻ പറഞ്ഞത്. സോ അതിനെ ഹയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാഫിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അല്ലെ? ഇൻവോൾവ്സ് പുട്ടിങ് ഇൻ ദ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ, അല്ലെ? ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കുറച്ച് അല്ലെ അത്രയും ആപ്റ്റായ കുറച്ച് എംപ്ലോയീസ് സെലക്ട് ചെയ്യുക, അവർക്ക് ആപ്റ്റായ കുറച്ച് വർക്ക്സ് കൊടുക്കുക. സോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അവര് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ചെയ്യും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പുണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഉറപ്പ് വരും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷൻ സ്മാർട്ട് എന്ന് പറയുമ്പോൾ അപ്പോ നമ്മുടെ എല്ലാം ടീച്ചേഴ്സ് ആണ്. ആ ടീച്ചേഴ്സിനെ അവർ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് എന്താണ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം. സോ അതിനുള്ള ആപ്റ്റായ കുറച്ച് ടീച്ചേഴ്സിനെയാണ് അവർ ഹയർ ചെയ്തിരിക്കുന്നത്. ഇതുവരെയും കുഴപ്പമില്ലാണ്ടെന്ന് പോയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ അവർക്ക് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ട്, ക്ലാസ് ഓക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും അവർക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമാണ്. അതായത് ആ ഓർഗനൈസേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ടീച്ചിങ് ഓക്കെ അല്ലെങ്കിൽ, ഇത് സ്മാർട്ട് സർവീസ് എന്ന് പറയുകയാണെങ്കിൽ ടീച്ചിങ് ഓക്കെ അല്ലെങ്കിൽ അത് ഏത് മാനേജ്മെന്റ് ആണെങ്കിലും ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അവിടെ ആ ഒരു ഓർഗനൈസേഷൻ ഓക്കെ അല്ല എങ്കിൽ റിലീവ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഓർഗനൈസേഷൻ നെഗറ്റീവായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റാഫ്സിനെ ഹയർ ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് റൈറ്റ് പേഴ്സൺ, അല്ലെ? Putting the right person and the right number of person, people at the right place, at the right time, doing the right things for which they are suited for the attachment of goals of the organization. Organizational goals നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് പേഴ്സണായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ് പ്ലേസിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ റൈറ്റ് ടൈമിലായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഏതൊരു ബിസിനസ്സും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഏതൊരു ഫേം ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോ ക്ലിയർ ആണോ? അത് രണ്ടൊന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഡെലിഗേഷൻ, സ്റ്റാഫിംഗ് ആൻഡ് മാൻ പവർ പ്ലാനിങ്, ഇത് മൂന്ന് വായിക്കും കേട്ടോ. ഓക്കെ,
ഓക്കെ, കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞോ? പിന്നെ എന്തെങ്കിലും വിശേഷം? ഇതിലൊക്കെ സംസാരിക്കുന്നുണ്ട് കുറച്ചു നേരം. ബോറടിക്കുന്നുണ്ടോ? ഉറക്കം വന്നോ? ഇല്ല, വായിക്കാണോ? ഒന്ന് വായിക്കൂ. വായിച്ച് കഴിയുമ്പോ പറയും. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഇന്ന് എടുത്ത പോർഷൻസ്, ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം ഓക്കെ ആണോ? ക്ലിയർ ആണോ? പിന്നെ എന്തൊക്കെയാ? പിന്നെ മഴയുണ്ടോ അവിടെ? എല്ലായിടത്തും മഴയുണ്ടോ? ഇല്ല, നല്ല വെയില. നല്ല വേല. അവിടെ പിന്നെ മഴയില്ല സീറ്റ, അറിയാം. പിന്നെ എന്തൊക്കെയാ? എന്തൊന്നും മിണ്ടാതെ, ഭയങ്കര സൈലന്റ് ആണോ ക്ലാസ്? എന്ത് പറ്റി? ആരും മിണ്ടുന്നില്ലല്ലോ? മിണ്ടുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചാണ്. 25th ബാച്ച് അത്. രണ്ടും കൽപ്പിച്ച. എന്റെ ക്ലാസ് കഴിഞ്ഞു. അത് ഡിപ്ലോമ കംപ്ലീറ്റ് ആയി. Then ബാക്കി ഇവിടെ ആരും ഇല്ലല്ലോ. എന്തൊന്നും മിണ്ടാത്തെ? ഉണ്ട് മിസ്സാ, ഇവിടെ ഉണ്ട്. സംസാരിക്കൂ, മിണ്ടുന്നില്ലല്ലോ ആരും. ഓണമായിട്ട് എന്തൊക്കെയാണ് പരിപാടികള്? ഓണായിട്ട് എന്ത് പരിപാടി? ഞങ്ങക്ക് ഡാൻസ് ഉണ്ടല്ലോ. നമ്മുടെ ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളത് പരിഗണിക്കുന്നതായിരിക്കും മിക്കവാറും. ചിലപ്പോ ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. ഓണത്തിന് സെലിബ്രേഷൻ ഉണ്ട്. സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നൃത്തങ്ങളുണ്ട്. അത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്താൽ ചെയ്യാം. സെയിം സ്റ്റെപ്പ് ഒക്കെ ആയതുകൊണ്ട് അതിന് പ്രാക്ടീസിന് ആവശ്യമില്ലല്ലോ. നിങ്ങൾ പാട്ട് മാത്രമേ മാറ്റൂ, സ്റ്റെപ്പ് മാറ്റില്ല. അങ്ങനെയാണ്. ചിലതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാനാ? ഭയങ്കര ബിസിയാ. ഇതിപ്പോ കഴിഞ്ഞ കോൺട്രിബ്യൂഷനൊക്കെ ഡാൻസ് കളിച്ചത് കുറച്ച് വളരെ ഒരു 3 മിനിറ്റ് പാട്ട് മാത്രമാണ്. അത് എന്തൊക്കെയോ പഴയതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു ഞങ്ങൾ. പിള്ളേർക്ക് എന്തോ ടീച്ചേഴ്സിന് ഡാൻസ് നിർബന്ധമാണെന്ന്. ഇതൊരു കഷ്ടമാണെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പറയൂ, ഇനി വരുന്ന ബാച്ച് പറയൂ. ടീച്ചേഴ്സിനെ കുറച്ച് റെസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി വരുന്ന 24ഉം 25 ഒക്കെയാ. നിങ്ങൾ പറയോ അങ്ങനെ? നോക്കാം. ഓക്കെ, ബാക്കി ഇവിടെ 23 ആരും ഇല്ലേ? ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? വീക്കെൻഡ് ആയതുകൊണ്ടാണോ? വീക്കെൻഡ് അല്ലല്ലോ, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ? മൺഡേ ആയതുകൊണ്ടാണോ? ഹാങ് ഓവർ ആണോ? സൺഡേ ഹാങ് ഓവർ അല്ലെങ്കിൽ വീക്കെൻഡ് ഹാങ് ഓവർ ആണോ? അനക്കൂലല്ലോ. ഷടാ നന്ദിനി, സ്റ്റാർട്ടിങ് ട്രബിള്. സ്റ്റാർട്ടിങ് എല്ലാവരും 23 എല്ലാവരും ഉണ്ട് മിസ്സേ. എല്ലാവരും പോകും. പക്ഷെ മിണ്ടില്ലല്ലോ. എന്ത് പറ്റി മിണ്ടാതെ? കാര്യമില്ല, എന്തേ മിണ്ടാത്തെ? ഷേടാ, ഞാൻ ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കണ്ട, ക്ലാസ് എടുക്കണ്ട. അല്ലേ പിള്ളേ, ക്ലാസ് എടുക്കണ്ടതൊക്കെ പ്രഷർ എടുക്കാം. എന്നെ കൂടെ മിണ്ടണ്ടെന്നും പറഞ്ഞു. ഇല്ല, പ്രിൻസ് മിണ്ടിക്കോളൂ, കുഴപ്പമില്ല. ഡ്യൂട്ടിയിലാന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചു. ഞാൻ നന്ദിനി വിളിച്ചു, ആരും മിണ്ടുന്നില്ല, അതുകൊണ്ട് വിളിച്ചാ. എന്ത് പറ്റി? ഭയങ്കര സൈലന്റ്. മഴയാണ് അവിടെ? മഴയുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചായിരുന്നു മഴയുണ്ടോന്ന്. അപ്പൊ ആർക്കും മഴയില്ലാന്ന് പറഞ്ഞു. തുണി ഇറക്കാൻ ഓടിയതാ. കടയിലാണ്. ക്ലാസ് കേട്ടില്ല അല്ലേ? ലാസ്റ്റ് മിനിറ്റിലാ പോയെ. മിസ് ഇപ്പൊ മഴേനെ കുറിച്ച് ചോദിച്ചോണ്ടിരുന്നപ്പോഴാ ചാറാൻ തുടങ്ങിയത്. ഓടിപ്പോയി എടുത്തേക്കാൻ നോക്കി. മഴ പെയ്തോ? പാലക്കാടല്ലേ? അല്ല മിസ്, കുമരകം. അവിടെ മഴയില്ല, ഇവിടെ മഴയില്ല കേട്ടോ. മഴക്കാരുണ്ട്, മഴയില്ല.
നല്ല വെയിലാ, ഇന്നലെ നല്ല വെയിലായിരുന്നു. മിസ് അത് ഞായറാഴ്ച കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മിസ് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ മഴ ചാറുന്നു. അല്ലാതെ നാക്കായപ്പോഴല്ലേ പെരുന്നാക്കൊന്നല്ല പേടിക്കണ്ട. അല്ലെങ്കിൽ സൺഡേ മഴ പെയ്യില്ല. മര്യാദക്ക് ഒന്ന് സുഖമായിട്ട് കടന്ന് ഉറങ്ങാന്ന് വെച്ചാലുണ്ടല്ലോ നല്ല വെയിലായിരിക്കും. തിങ്കളാഴ്ചയോ മൺഡേ ആണെങ്കിൽ നല്ല മൂടിക്കെട്ടി നിൽക്കുക. എന്നാൽ രാവിലെ എനിക്ക് പോരാൻ വേണം. ഇന്ന് എണീക്കാൻ ഇന്ന് ഭയങ്കര മടിയായിരുന്നു. മിസ്സിനല്ലെങ്കിലും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും മൺഡേസ് വരാൻ മടിയായിരിക്കുമല്ലോ, എന്നിട്ട് അത് ജോബ് സാറിനെ ഏൽപ്പിക്കും. ഓർമ്മയുണ്ട്. ഇത് പി ജി ആയതുകൊണ്ട് ആർക്കും വേണ്ട. എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ വന്നു. പി ജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തോ നെഞ്ചിടിപ്പാണ്. പിന്നെ ആൾക്കാർ ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ തന്നെയാണ് കയറാൻ വെച്ചു. അപർണ മിസ്സിന് വയ്യ, പനിയാ. അതുകൊണ്ട് മിസ് കയറി. ഓക്കെ, പേടിപ്പനി ആയിരിക്കും അല്ലേ? ഇല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ. നമ്മുടെ എല്ലാവർക്കും പനിയാ. മടിയാണ്. നിങ്ങൾക്ക് മടിയുണ്ടോ? എനിക്ക് പിന്നെ മടി. എനിക്ക് മടിച്ചെന്നൊരു പേര് വീണു. അപ്പൊ മടി എനിക്ക് ചെറുതായിട്ട്. അന്തിരിക്കും മടി ആക്റ്റീവ്. അതൊക്കെ പോട്ടെ. ക്ലാസ് ഓക്കെയാണോ അത് ചോദിക്കട്ടെ. നിങ്ങളോട് ചോദിക്കേണ്ടത് നിർബന്ധമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ക്ലാസ് ഓക്കെയാണോ? മനസ്സിലാകുന്നുണ്ടോ? ആണോന്ന് ചോദിച്ചത്. എന്തോ? ഏത് ക്ലാസ്? എന്റെ ക്ലാസ്, അത് സ്വന്തം ഓക്കെ. ക്ലാസ്. വേറെ ക്ലാസ് ഞാൻ ചോദിക്കില്ല. എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് തോന്നി ഇപ്പൊ ഇന്ന്. കൂടെ പറയാനുണ്ടായിരുന്നു. എല്ലാ ബാച്ചിലും അത് ശീലമായിക്കോളും നജുവ. നജുവ ശീലമായിക്കോളും. അങ്ങനെ എന്തോ? അല്ല, നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നല്ലോ, അത് പിന്നെ നമുക്ക് അങ്ങനെ ശീലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ചോദ്യം. അതല്ല, അത് പ്രശ്നമില്ല. അത് നമ്മളിങ്ങനെ സബ്ജക്ട് ഇങ്ങനെ വായിച്ചങ്ങനെ ഉണ്ടാക്കുന്നല്ലോ, ഉണ്ടാക്കി നമ്മൾ പറയുന്നല്ലോ. ഇതിപ്പോ ഇന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് സ്പീഡ് കൂടി വന്നു. ഞാൻ വായിക്കുമ്പോ കുറച്ച് സ്പീഡ് ഉണ്ട്. അത് എല്ലാ ക്ലാസ്സിലും പറയുന്നത്. 23 and 25 ആരെങ്കിലും ഉണ്ടോ? പ്രസന്റ് ഉണ്ടോ? പറയൂ. അത് വായിക്കും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ വായിക്കുന്ന ആ ഒരു സെന്റൻസിൽ ഞാൻ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വായിച്ചു പോകും. ജസ്റ്റ് വായിച്ചിട്ട് ഒരു കണ്ടന്റ് പറയും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷെ ഓക്കെ ആണ് നിങ്ങൾക്ക്. അല്ലാണ്ട് അത് ടെക്സ്റ്റ് വായിച്ച് മീനിങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ല മാം, ഇപ്പോ സെന്റൻസുകൾ വായിക്കുമ്പോൾ നമ്മള് ഒപ്പം ആ സെന്റൻസ് വായിച്ച് നമ്മൾ ആദ്യമായിട്ട് വായിക്കല്ലേ, അപ്പൊ നമുക്കത് ചിലപ്പോ ഒന്ന് ക്യാച്ച് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച്. അപ്പോ അത് ക്യാച്ച് ചെയ്ത് വരുമ്പോഴത്തേനും ഇവിടെ മലയാളവും പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത്. വേറെ കുഴപ്പമില്ല, ബാക്കി ക്ലാസ് ഒക്കെ ഓക്കെയാണ്, പ്രശ്നമില്ല. മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോ ഡൗട്ട്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എന്റെ കൂടെ വായിക്കുന്നുണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ല, ഞാൻ എനിക്ക് പതുക്കെ വായിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു സുഖമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇംഗ്ലീഷ് വായിക്കുമ്പോ ഞാൻ ഇവരോടൊക്കെ പറയുന്നത്, ഇംഗ്ലീഷ് വായിക്കുമ്പോ മിക്ക ടീച്ചേഴ്സ്, എനിക്ക് തോന്നുന്നു മിക്ക ടീച്ചേഴ്സും പതുക്കെ ആയിരിക്കും വായിക്കുക. എനിക്ക് അറിയില്ല, നോക്കിയിട്ടില്ല. സോ പതുക്കെ വായിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു കോമ അവിടെ ഞാൻ പൊതുവെ ചെയ്യുന്ന എങ്ങനെയാട്ടോ. Summarization is a form of organization structure where the decision making capability rests with the top of management. ഞാൻ ഫുൾ സ്റ്റോപ്പിൽ ചെന്ന് നിർത്തും. അല്ല കോമന്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്തിട്ട് ബാക്കി ഞാൻ ഫുൾ സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തും. ഞാൻ അങ്ങനെ ചെയ്യാറും. ശരിക്കും വായിക്കേണ്ടത് അങ്ങനെയല്ലേ? ഇംഗ്ലീഷ് വായിക്കേണ്ടത് അങ്ങനെയല്ലേ? ഇല്ലേ? അങ്ങനെയാണ് അങ്ങനെ വായിക്കേണ്ടത്. അത് അങ്ങനെയല്ല പറഞ്ഞത്. നമ്മളിതിന്റെ ഐഡിയാസ് അതിൽ നിന്ന് നമ്മൾ ക്യാച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഇത് നമ്മളെ സംബന്ധിച്ച് പുതിയൊരു ഇതാണല്ലോ, സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും മാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പണ്ട് ICU എന്തോ എടുത്തപ്പോ, നിങ്ങൾ ICU ആണെന്ന് വിചാരിക്കുമെന്ന് പറയുള്ളൂ. അങ്ങനെ ഞാൻ ക്ലാസ് കേട്ടോ. അല്ലെങ്കിൽ ലെബർ റൂം അല്ലെങ്കിൽ ലെബർ റൂമിലാണ്. അത് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറയും. ശരിക്കും ഞാൻ അങ്ങനെയാട്ടോ പഠിക്കുന്നത്. എനിക്കറിയാം, ഞാൻ അങ്ങനെയാ പഠിക്കുന്നത്. എന്തൊരു കാര്യം ഞാൻ പഠിക്കുമ്പോഴും ഞാൻ അവിടെയാണ്. ഞാൻ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യും. ആ ഒരു പൊസിഷനിൽ ഞാനാണെന്ന് വിഷ്വലൈസ് ചെയ്താൽ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
ടെക്സ്റ്റ് പഠിച്ച് എനിക്ക് ടെക്സ്റ്റിലായിട്ട് സെന്റൻസും നിങ്ങൾ പഠിക്കണം ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങളുടെ എക്സാമിന് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് കുറച്ചുകൂടി നിങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. ഓരോ വേർഡ്സ് ആണെങ്കിലും നിങ്ങളത് മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്താൽ പറ്റും. പക്ഷെ നോർമൽ നിങ്ങൾ ജോബിലേക്ക് പോവാണെങ്കിൽ ശരിക്കും പറയാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ സെൻട്രലൈസേഷൻ വേഴ്സസ് ഡിസെൻട്രലൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അല്ലാതെ ടെക്സ്റ്റ് പോയി നോക്കിയിട്ട് ഇതാണോ അങ്ങനെയല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവരുടെ സ്പോട്ടിൽ അത് ക്ലിയർ ആവണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ ഒരിക്കലും ഒരു കണ്ടന്റ് ഞാൻ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അല്ല, നജു പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല, പൊതുവെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ശരിയല്ല, അങ്ങനെയല്ല പഠിക്കണ്ടേ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറയൂട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞില്ലല്ലേ? എടുക്കില്ലല്ലോ. പോവായിരിക്കും, ഓക്കെയോളൂ. അതല്ല, ഇവിടെ ഭയങ്കര കളിയാ, വെള്ളത്തിൽ കളിയാ. എടുക്കണമെങ്കിൽ എടുക്കാം. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്താ. മൂന്നാമത്തെ പേജിലേക്ക് പോകേണ്ടി വരും. ഭയങ്കര കളിയാണല്ലോ. സമ്മതിക്കുന്നില്ല. കുഴപ്പമില്ല, നടക്കട്ടെ, കളിക്കട്ടെ. മിസ് നോക്കുന്നില്ല. മിസ് ഹലോ, കാണുന്നുണ്ട് എന്നെ? കളിക്കാണോ? സുഖാണോ എനിക്ക് സർ? സുഖാണ്, സുഖാണ്. പേരെന്തായിരുന്നു? അവിടെ പേരെന്താ? ഇസബേൽ. എന്തോ? ഇസ എസ് ഷിബിൻ. ഓ, വല്ലാത്ത പേര്. കൊച്ചിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണത്. സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. മിക്ക ക്ലാസ്സിലും വന്ന് സംസാരിക്കുന്നു ഒരുപാട്. എന്തോ പറഞ്ഞല്ലോ. അമ്മേന്റെ പേര് ഇസ. മതി മതി. ഓക്കെ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്ക് ഇത് ശീലമായ അതിന്. അപ്പൊ ക്ലാസ് ഒക്കെ ഓക്കെ ആകും കേട്ടോ. എനിക്കറിയാം, കുറച്ചു കാലം എനിക്ക് അറിയാം. അറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ ആകും. ഓക്കെ, ഞാൻ ആലോചിച്ചു നജു എന്താണ് ഡൗട്ട്സ് എന്ന് ചോദിക്കുന്നത്. നജു മിക്കപ്പോഴും ഡൗട്ട്സ് ചോദിക്കുമെന്ന് പൊതുവെ ഒരു ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച വയ്യ. എല്ലാവരും ഒരു പേടി സ്വപ്നം ആക്കിയിരുന്നല്ലോ നിങ്ങള്. ഓക്കെ, പാവം എല്ലാരും വന്ന് ക്ലാസ് എടുത്ത് പോട്ടെ. കഷ്ടം, എല്ലാരും പേടിച്ചാ. ഞാൻ എനിക്ക് പേടിയാട്ടോ. ഞാൻ എടുത്തു പോകും. ഓക്കെ, എനിക്ക് നിങ്ങൾ മൂന്നിനെ അറിയാറോ? ഞങ്ങളെയോ? എന്തോ ഞങ്ങളെയോ ആണോ പേടി? ഞാനൊന്നും പറയുന്നില്ല. പേടിയല്ല, എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കോ, ഡൗട്ട് ചോദിക്കോ. കുറച്ച് പേടിയൊക്കെ ഇരിക്കട്ടെ. ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു മയത്തിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. പാവം, കഷ്ടാ. എല്ലാവർക്കും ചിലപ്പോ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ചിലപ്പോ ഒരു നെർവസ് ആകുന്നുണ്ടാവാം. അറിയില്ല എനിക്ക്. ക്ലാസ് എടുത്തപ്പോ കാണണം. അറിയില്ല കറക്റ്റ് ആയിട്ടോ. ഓക്കെ, അപ്പോ പിന്നെന്താ, കുറച്ചേരൊക്കെ പോയി. ക്ലാസ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലെ? എല്ലാം ഓക്കെ അല്ലേ? പിന്നെ 2 പേജ് എടുത്തോളൂ കേട്ടോ. സ്പീഡ് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് പോണെങ്കിൽ പോവാട്ടോ. കുറച്ചെടുത്താ മതിയോ? മതിയോ? ധൃതിയുണ്ടോ? എനിക്ക് ഞാൻ പോകും വേണമെങ്കിൽ. ഇതൊക്കെയൊന്നുമില്ല. അല്ല, കുറേശ്ശെ എടുത്തു കഴിഞ്ഞാല് ഫൈനൽ ലാസ്റ്റ് ടൈം ആകുമ്പോ മറ്റേ സ്പെഷ്യൽ ക്ലാസ് വെക്കരുത്. ക്ലാസ് ബാക്കി വരും. പൊതുവെയാണ് ഉണ്ടാവാറ്. എനിക്ക് വേഗം പോർഷൻ വേഗം തീരും. ഞാൻ എടുത്ത് വരുമ്പോ വേഗം അതുകൊണ്ട് കുറച്ചുകൂടെ സംസാരിക്കും.
ഡിപ്ലോമക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ? വന്ദന മിസ്സിന്റെ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. വന്ദന മിസ്സിന്റെ മാത്രമേ ഉണ്ടായുള്ളൂ. ആൾക്ക് വലിയ വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. പാവം ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ, നല്ല സ്ട്രഗിൾ ആയിരുന്നു. അതൊന്ന് വലിച്ചെത്തിച്ച മൂപ്പര് നല്ല നല്ല വെൽ എക്സ്പ്ലെയിൻ ആയിട്ട് ക്ലാസ് എടുക്കുക. അപ്പോ അത് കാരണം ടൈം കുറച്ച് പോയി. ഒരു വട്ടം വെച്ചിട്ടുള്ളൂ. ഒന്നിട്ടാണ് ഇപ്പൊ കൊള്ളാം. അല്ല എന്നാലും കിട്ടുന്ന ശനി ഞായർ ഒരു സന്തോഷല്ലേ. ശരി, ഞാനും വെക്കുന്നില്ല. കുറച്ച് ഉറങ്ങിയൊക്കെ എഴുന്നേൽക്കാലോ. അന്ന് പറഞ്ഞാല് ഉച്ചക്ക് ഉറങ്ങാൻ കഴിയില്ല, കാരണം ക്ലാസ് ആണ്. ഉച്ചക്ക് ഈ ക്ലാസ്സിന് മുമ്പ് നമ്മളുടെ എല്ലാ പരിപാടിയും കഴിച്ചു വെക്കണം. അപ്പൊ അപ്പോഴും രാവിലെ തന്നെ എണീക്കണം. അപ്പൊ ഉറക്കം ഉണ്ടായില്ല. എന്തായാലും സ്പെഷ്യൽ ക്ലാസ് വെക്കലെന്ന് ഇപ്പൊ പറയുന്നുണ്ട്, പക്ഷെ നടക്കുന്നൊക്കെ ഓപ്പോസിറ്റ് ആണ്. എന്നാലും നോക്കാം, പ്രതീക്ഷിക്കാം. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on next class. Thank you, miss. Okay, ma'am. Bye bye. Take care.